തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തായ് മറന്നാലും മറക്കില്ല ഞാനെന്നോതിയ ദൈവമേ കൂട്ടിനുണ്ട്. ആദിത്യ സുരേഷ്. ഞാനിപ്പോൾ ഉള്ളത് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലാണ്. ഞാനിപ്പോൾ വന്നിട്ട് 5 ദിവസം കഴിഞ്ഞു. തീരെ വയ്യാതെ ലൂസ് മോഷനും വോമിറ്റിങ്ങും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. എനിക്ക് ഒരുപാട് ബെറ്ററായി എൻ്റെ അവസ്ഥ. അപ്പോൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും വളരെ നല്ല കംഫർട്ടബിളായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ വളരെയധികം നല്ല രീതിയിൽ കംഫർട്ടബിളാക്കി വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം മെഡിസിൻസ് തരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആണെങ്കിലും ട്രിപ്പാണെങ്കിലും എല്ലാവരും എനിക്ക് അത്രയും എന്നെ കംഫർട്ടബിളാക്കിയാണ് എനിക്ക് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഇവിടുത്തെ ആൻറ്റി എന്നെ കാണാൻ വന്നു. ആൻറ്റി എന്നോട് കുറേ നേരം സംസാരിച്ചു. എന്നെക്കൊണ്ട് ആൻറ്റി ഒരു പാട്ട് പാടി ആൻറ്റിക്ക് കൊടുക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് ആൻറ്റിയുടെ ബ്ലെസ്സിങ്സ് അറിയിച്ചു. ഒരുപാട് സന്തോഷം. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പാടിയ ഒരു ഡിവോഷണൽ ആൽബം സോങ്ങിൻ്റെ ഏതാനും കുറച്ച് വരികൾ എല്ലാവർക്കും വേണ്ടിയിട്ട് പാടാം. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തായ് മറന്നാലും മറക്കില്ല ഞാനെന്നോതിയ ദൈവമേ കൂട്ടിനുണ്ട്. തായ് മറന്നാലും മറക്കില്ല ഞാനെന്നോതിയ ദൈവമേ കൂട്ടിനുണ്ട്. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽപ്പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല.